നമ്മൾ ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഈ ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ എന്നുള്ള യൂണിറ്റ് പഠിക്കും. അതിനകത്ത് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ടെസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെറ്റ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ളൊരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കേരള സെറ്റ് ജൂലൈ 2024 എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. സോ നിങ്ങൾ ജൂലൈ 2024 എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ അല്ലെങ്കിൽ അതിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസിനെ ബേസ് ചെയ്ത് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആകാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത്തരത്തിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾബി അക്കാഡമി പലതരത്തിലുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആപ്പിൾബി അക്കാഡമിയുടെ സെറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. എക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജനറൽ പേപ്പർ എന്നീ വിഷയങ്ങൾക്കാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും അതിൻ്റെ കൂടെ തന്നെ ലൈവ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡ്സും യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സെറ്റിൻ്റെ പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി അങ്ങനെയല്ല നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പറേഷനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ ഫ്രീ റിസോഴ്സസ് നിങ്ങൾക്ക് കിട്ടിയാൽ അത് പ്രയോജനമായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ആപ്പിൾബി അക്കാഡമിയുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ റിസോഴ്സസ് ഒക്കെ കിട്ടിയാൽ സഹായകരമാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. സോ ജൂലൈ 2024 കേരള സെറ്റ് എക്സാമിൽ ഈ പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ടെസ്റ്റ് നിന്നും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A test designed to measure relative accomplishment in a specific area of academics, and we have the options: achievement test, personality test, intelligence test and diagnostic test. അപ്പോൾ question എന്താ? A test designed to measure റിലേറ്റീവ് അക്കംപ്ലിഷ്മെൻറ്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ ഓഫ് അക്കാഡമിക്സ്. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർലി എന്ത് ചെയ്യണം, ഈ 4 ഓപ്ഷൻസും എന്താണെന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി, എസ്പെഷ്യലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്, ഇഫ് യു ആർ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് നല്ലൊരു ശതമാനം ആളുകൾക്കുള്ളൊരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും, 4 ഓപ്ഷനിൽ റൈറ്റ് ആൻസർ ഏതാന്ന് നോക്കും, എന്നിട്ട് ആ റൈറ്റ് ആൻസർ അങ്ങ് പഠിക്കും. അപ്പോൾ ചോദ്യം ഉത്തരം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ പോവാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് നിങ്ങളുടെ ഒരു ഇനിഷ്യൽ ലേണിംഗ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്നത്. ആദ്യം നന്നായിട്ട് കോൺസെപ്റ്റുകൾ പഠിക്കാം. കോൺസെപ്റ്റുകൾ നന്നായി പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് വരാം. സോ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആർ. അതായത് ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാമെന്ന് തന്നെ വെച്ചോ, എങ്കിൽ പോലും ജസ്റ്റ് ബാക്കിയുള്ള ഓപ്ഷൻസിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ ഗോ ത്രൂ ചെയ്യുമ്പോൾ മേ ബി നമ്മൾ സോഫാർ എക്സ്പ്ലോർ ചെയ്യാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ എന്തുണ്ടാവും, ആ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ ഏതെങ്കിലും ഒന്നായിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഉദ്ദേശം അതാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ 4 ഓപ്ഷൻസും നമ്മൾ എന്താണെന്ന് നോക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി കോൺസെപ്റ്റ് പഠിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ 4 ടെസ്റ്റുകൾ എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാത്തൊരു ടെസ്റ്റുണ്ട്, നിങ്ങൾ ഓൾറെഡി ടെസ്റ്റുകളൊക്കെ പഠിച്ചു, പക്ഷെ നിങ്ങൾ പഠിച്ച ആ ലിസ്റ്റിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് മിസ്സിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു തീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൂടെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലേക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്കും വരാം. ബിക്കോസ് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റും പേഴ്സണാലിറ്റി ടെസ്റ്റും പഠിക്കണമെങ്കിൽ അത് രണ്ടും ജസ്റ്റ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കണം. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഇൻ്റലിജൻസ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും നമ്മൾ ആദ്യം നോക്കും. അതിനുശേഷം ബാക്കി 2 ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസിനെ മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കൃത്യമായി
ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? നമുക്ക് പഠിക്കാനായിട്ട്, ഓർത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, ഒരു പുതിയ സിറ്റുവേഷൻ, നൊവൈൽ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വരാണ്. പുതുതായിട്ട് സോഫാർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കാര്യം നമുക്ക് വന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ട മേഖലകളിലുള്ള നമ്മുടെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുന്ന, മെഷർ ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് നമ്മൾ വിളിക്കുക. So intelligence test is a series of tasks designed to measure the capacity to make abstractions, to learn and to deal with novel situations. Intelligence involves the ability to think, solve problems, analyze situations and understand social values, customs and norms. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, കാര്യങ്ങളെ അനലൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, വലിയ വലിയ അബ്സ്ട്രാക്ഷൻസ് ഒക്കെ നടത്താനായിട്ടുള്ള കപ്പാസിറ്റി, പുതിയ സിറ്റുവേഷൻസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, to learn, to use our intellectual capabilities. അതാണ് ബേസിക്കലി ഇൻ്റലിജൻസ് ടെസ്റ്റിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലിജൻസ് ഇൻ ഇറ്റ് സെൽഫ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇൻ സെറ്റ് അല്ലേ. നമുക്ക് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട് ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. അത് നമുക്ക് വേറൊരു മൊഡ്യൂളിലാണ് വരുന്നത്, വേറൊരു യൂണിറ്റിലാണ് വരുന്നത്. പക്ഷേ ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതോടെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിഫറെൻറ്റ് തിയറീസ്, ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ആ തിയറീസ് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻ്റലിജൻസ് ടെസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലൈവ് സെഷൻസിലും ഒക്കെ നമ്മളത് ഡീൽ ചെയ്യാറുള്ളതാണ്.
അടുത്ത് നമ്മൾ നോക്കുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ ടേമിനെ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്? ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ആണ് ബേസിക്കലി ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ടേം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ബേസിക്കലി എന്താ ഫോക്കസ് ചെയ്യുന്നത്? ദീസ് ആർ ടെസ്റ്റ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ലൊക്കേറ്റ് സ്പെസിഫിക് ലേണിംഗ് ഡെഫിഷ്യൻസീസ് in case of specific individuals at a specific stage of learning, so that specific efforts could be made to overcome those deficiencies. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് നടത്തുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ലേണിങ്ങിൻ്റെ ഏതെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലേണിംഗ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം, അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് എഫേർട്സ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലേണിംഗ് ഡെഫിഷ്യൻസീസ് ഓർ ഡിഫിക്കൽട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നുള്ള ടേം വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇൻ്റലിജൻസ് ടെസ്റ്റ് പഠിച്ചു, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് ആ ഓപ്ഷനിൽ കണ്ട അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കാറ്റഗറിയുടെ എക്സാമ്പിളായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റാണ്. അപ്പോൾ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ ദി ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു പെർഫോം എഫക്റ്റീവ്ലി അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. അതായത് എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മാക്സിമം പെർഫോമൻസ് കൊടുക്കാനായിട്ട് സാധിച്ചാൽ അത് എത്രയാണെന്ന് മെഷർ ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്ച്വലി മെഷേഴ്സ് ദി ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു പെർഫോം ഇഫക്റ്റീവ്ലി അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ ഒരു വ്യക്തിയുടെ ആ ഒരു ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റീനെ എബിലിറ്റീനെ മെഷർ ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകളെയാണ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് വാട്ട് എ പേഴ്സൺ ക്യാൻ ഡു എന്നാണ്. അതായത് ഒരാൾക്ക് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവരുടെ ഒരു അല്ലെങ്കിൽ ആ എക്സാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സാമിനിയുടെ അല്ലെങ്കിൽ ഒരു ആളുടെ ഒരു ലേണറിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ, അവരുടെ ആ കഴിവിൻ്റെ മാക്സിമം എത്ര, ഇതാണ് ബേസിക്കലി നമ്മൾ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്യുക. സോ ഇറ്റ് ഡിറ്റർമൈൻസ് പേഴ്സൺസ് എബിലിറ്റീസ് ആൻഡ് ഹൗ വെൽ ആൻ ഇൻഡിവിജ്വൽ പെർഫോം വെൻ മോട്ടിവേറ്റഡ് ടു ഒബ്റ്റെയിൻ ഹൈ സ്കോർ ആസ് പോസിബിൾ. എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ നന്നായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്താൽ അവരുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം അവർ കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ എന്താണ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൻ്റെ 2 ടൈപ്സ് ആണ് ഏതൊക്കെ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റും. സോ ഇങ്ങനെ വേണം നിങ്ങളതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കണക്ഷനിൽ പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ദറ്റ് കംസ് അണ്ടർ ദ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ്. അപ്പോൾ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇസ് ഡിസൈൻഡ് ടു അസസ് വാട്ട് എ പേഴ്സൺ ഇസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് or to predict what a person is able to learn or do given the right education and instruction. It represents a person's level of competency to perform a certain type of task. അപ്പോൾ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ബേസിക്കലി എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ടാസ്കോ സ്കില്ലോ ചെയ്യാനായിട്ടുള്ള കോമ്പിറ്റൻസി, എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ നമ്മൾ അനലൈസ് ചെയ്യാണ്. സോ ദാറ്റ് അത് വെച്ചിട്ട് നമുക്കറിയാം ഇദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ എഡ്യൂക്കേഷനോ ഒക്കെ കൊടുത്താൽ അദ്ദേഹത്തിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്, എന്തുമാത്രം കോമ്പീറ്റൻ്റ് ആണ് ഇദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇനി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണെങ്കിലോ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് മെഷേഴ്സ് പ്രസൻറ്റ് പ്രൊഫഷ്യൻസി, മാസ്റ്ററി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജനറൽ ആൻഡ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് നോളജ്. അപ്പം അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒരു വ്യക്തിക്ക് കറൻ്റ്ലി ഉള്ള അയാളുടെ പ്രൊഫഷ്യൻസി അല്ലെങ്കിൽ എന്തുമാത്രം അതിനകത്ത് മാസ്റ്ററി ഉണ്ട്, ഒരു സ്പെസിഫിക് ഫീൽഡ് ഓഫ് നോളജിൽ ഒരാൾ എന്തുമാത്രം കറൻ്റ്ലി പ്രൊഫഷ്യൻ്റ് ആണ് എന്നുള്ളതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് അറ്റംപ്റ്റ് ടു മെഷർ വാട്ട് ആൻഡ് ഹൗ ഇൻഡിവിജ്വൽ ഹാസ് ലേൺ വിത്ത് ഹിസ് പ്രസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. എങ്ങനെയാണ്, എന്താണ് ഒരു വ്യക്തി സോഫാർ പഠിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കറണ്ട് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നോളജ് എന്ന്, അപ്പോൾ റിലേറ്റീവായിട്ട് അല്ലേ, റിലേറ്റീവായിട്ട് കറൻ്റ്ലി അദ്ദേഹത്തിന് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, കമ്പയറിംഗ് ടു വാട്ട് ഹി ഹാസ് ലേൺഡ് ഓർ ഹൗ ഹി ഹാസ് ലേൺ,
കറൻ്റ്ലി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻസി ഓർ മാസ്റ്ററി ഇൻ എ പെർട്ടിക്കുലർ സ്പെസിഫിക് ഏരിയ ഓഫ് നോളജ്. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് വരാം. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് പഠിച്ചു, അതിനുശേഷം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പഠിച്ചു, പിന്നെ ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ് നമ്മൾ കാണാനായിട്ട് പോയത്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഇസ് ബേസിക്കലി എ പാർട്ട് ഓഫ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ്. അതുകൊണ്ട് ആ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൻ്റെ അണ്ടറിൽ ആ ഒരു ടൈപ്പ് കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഓപ്ഷനിൽ നമ്മൾ കണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ ആയിരുന്നു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്? കൺസേൺ വാട്ട് ആൻ ഇൻഡിവിജ്വൽ വിൽ ഡു റാദർ ദാൻ വാട്ട് ദേ ക്യാൻ ഡു. അപ്പോൾ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വാട്ട് ദേ ക്യാൻ ഡു, അല്ലെ അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മളുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം ആയിരിക്കണമെന്നുണ്ടോ നമ്മൾ കൊടുക്കുന്നത്? അല്ല, അല്ലെ? പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളൊരു പ്രത്യേക സിറ്റുവേഷനിൽ ടിപ്പിക്കലി നമ്മൾ എന്ത് പെർഫോമൻസ് കൊടുക്കുന്നു ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കൺസേൺ ചെയ്യുന്നതാണ് ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മോട്ടിവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഒരു പെർഫോമൻസിനെ എന്ത് ചെയ്യും, ബാധിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതല്ല, മറിച്ച് ഒരാൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റ് നമ്മൾ പറയാം. സോ കൺസേൺ വാട്ട് ആൻ ഇൻഡിവിജ്വൽ വിൽ ഡു റാദർ ദാൻ വാട്ട് ദേ ക്യാൻ ഡു. അവർ എന്ത് ചെയ്യും റാദർ ദാൻ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണെങ്കിൽ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് ആണ്. അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്, അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് വേരിയസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് യൂസ്ഡ് ടു അസസ് ഇൻ ടിപ്പിക്കൽ പെർഫോമൻസ്. അപ്പം നമ്മളുടെ ഇൻട്രസ്റ്റുകൾ, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ട്രേറ്റ്സ്, ഇതൊക്കെ നമ്മുടെ ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റിനെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരിക, പേഴ്സണാലിറ്റി ടെസ്റ്റ് വരിക. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണാലിറ്റി ടെസ്റ്റ് പ്രൊവൈഡ് മെഷേഴ്സ് ഓഫ് സച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റസ്, then preoccupations, motivations, attitudes and approaches to interpersonal relations. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാണ്, അല്ലേ? അതിനകത്ത് എന്തൊക്കെ വരും, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻറ്റ് പ്രീഒക്കുപ്പേഷൻസ്, നമ്മുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഓരോ വിഷയത്തെക്കുറിച്ച്, നമ്മുടെ മോട്ടിവേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ ആയിരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിൽ മെയിൻലി എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ തന്നെ നമുക്ക് ജനറലി രണ്ട് ബേസിക് ടൈപ്സ് ആയിട്ട് തിരിക്കാം. ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാം, നമുക്ക് ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ, ഡിസഗ്രി ചെയ്യുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് നിങ്ങൾ എഗ്രിയോ ഡിസഗ്രി, അല്ലെങ്കിൽ സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കും. അങ്ങനെ നിങ്ങളുടെ ആ റെസ്പോൺസസിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചൊരു അനാലിസിസ് അല്ലെങ്കിൽ ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതൊരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പിന്നെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ വേഗമായിട്ടുള്ള ഒബ്ജക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ട് ചോദിക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന തോന്നലുകൾ നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പം നമ്മൾ അങ്ങനെ പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേഗ് ഒബ്ജക്റ്റ് ഓഫ് പിക്ചർ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കുറേ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അതും ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ അതിനെയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ ജനറലി ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്താണെന്ന് കണ്ടു, അതിനുശേഷം നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പഠിച്ചു, പിന്നെ നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റും പേഴ്സണാലിറ്റി ടെസ്റ്റും ആയിരുന്നു പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഇസ് എ പാർട്ട് ഓഫ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇസ് ബേസിക്കലി എ പാർട്ട് ഓഫ് ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ജൂലൈ 2024 ചോദിച്ചതാണ് എ ടെസ്റ്റ് ഡിസൈൻഡ് ടു മെഷർ റിലേറ്റീവ് അക്കംപ്ലിഷ്മെൻറ്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ ഓഫ് അക്കാഡമിക്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, a test that is designed to measure relative accomplishment in a specific area of academics. എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അക്കംപ്ലിഷ്മെൻറ്റ് എന്താ, വാട്ട് യു ഹാവ് അച്ചീവ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്പെസിഫിക് ഏരിയ ഓഫ് അക്കാഡമിക്സ്. നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് അക്കാഡമിക്സ് അല്ലെങ്കിൽ ആ അക്കാഡമിക്സിൽ ആ ഒരു പ്രത്യേക
ഏരിയ ഓഫ് നോളജിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അക്കംപ്ലിഷ്മെൻറ്റ് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രൊഫഷൻസി എന്താണ്, നിങ്ങളുടെ മാസ്റ്ററി എന്താണ്, സോ വാട്ട് യു ഹാവ് അക്കംപ്ലിഷ്ഡ്, വാട്ട് യു ഹാവ് അച്ചീവ്ഡ് സോ ഫാർ, ഇത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? Of course, that is option A, achievement test. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ഓഫ് ടെസ്റ്റിലെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചത്. ആ 4 ടൈപ്സ് നമ്മൾ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണല്ലേ ആ ഓരോ ടെസ്റ്റുകളും ഏതിൻ്റെ കൂടെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. സോ ഈ രീതിയിൽ ഒരു ലിങ്ക് പല വിഷയങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ റാൻഡംലി കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, സിസ്റ്റമാറ്റിക്കലി പഠിക്കാം. ഓരോന്നും എന്തിൻ്റെ അണ്ടറിൽ വരുന്നു, എന്തെങ്കിലും ഒരു സബ് ടൈപ്പ് ആണോ ഇത്, അല്ലെങ്കിൽ ഇതിന് അണ്ടറിൽ എന്തൊക്കെ വരും. അപ്പോൾ ആ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കലി പഠിക്കുക എന്നുള്ളത് സെറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇഫ് യു ഫൈൻഡ് ആപ്പ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ, ഞങ്ങൾക്കും നിങ്ങളെ സഹായിക്കാൻ സന്തോഷമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.